എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉരുളക്കിഴങ്ങ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പം വരൂ, നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 5 ഉരുളക്കിഴങ്ങാണ്. മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി നമുക്ക് വളരെ പെട്ടെന്ന് ഒരുക്കിയെടുക്കാവേ. അപ്പോൾ ചില ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ തൊലി എടുക്കാൻ ഭയങ്കര പാടാണ്. ഇതിന് പെട്ടെന്ന് പോരുന്ന ഒരു ഉരുളക്കിഴങ്ങാണ്. അല്ലെങ്കിൽ ഞാൻ പീലർ വെച്ച് പീൽ ചെയ്താണ് എടുക്കുന്നത്. ഇപ്പം നമുക്ക് ചിരണ്ടി എടുക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചിരണ്ടി എടുത്ത് അരിഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ വേണ്ട നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ചിരണ്ടി എടുത്ത് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ക്യൂബായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണയ്ക്കകത്തിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒരു 1/4 ഭാഗം വരെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ഒന്ന് വെന്ത് വരുന്ന പോലെ 1/4 ഭാഗം വരെ വെന്ത് വരുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിൻ്റെ വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായിപ്പോയതാണ് കേട്ടോ. ഈ ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി, വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് 1/4 ഭാഗമായി വന്നപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുവാണ്. അതിനുശേഷം നമുക്ക് ഈ പാനിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1.25 ടീസ്പൂണോളം കടുക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 4 ചുള വെളുത്തുള്ളി ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇടികല്ലി വെച്ചൊന്ന് ചതച്ചെടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര ഇട്ടാലും ടേസ്റ്റ് കൂടുതലാണ്, അതുകൊണ്ട് കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കൊച്ചുള്ളി ചതച്ചതാണ്. ഒരു 8 കൊച്ചുള്ളിയോളം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം കൊച്ചുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവോളയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി നന്നായിട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. മൊരിഞ്ഞ് വരുന്നവരെ ഒന്ന് ചെറുതീയിൽ വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചതച്ച മുളകാണ്. അപ്പോൾ ഒരു 2 ടീസ്പൂണോളം ചതച്ച മുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി എരിവുള്ള മുളകാണ്. അപ്പോൾ അത് ഞാൻ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മുളകും കൂടെ ഈ എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആയി മൊരിഞ്ഞ് വരണം. ആ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 1/4 ഭാഗത്തോളം ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാനുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിന്. അപ്പോൾ അതുകൂടാതെ നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അത് കളറിനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടെ ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവർ തയ്യാറാക്കി നോക്കണം. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഒരു പറ ചോറുണ്ണാനായിട്ട്, അത്രയ്ക്കും ടേസ്റ്റാണ്. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈ കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും കൊച്ചുള്ളിയുടെയും എല്ലാം ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ എരിവുള്ള ഒരു കറിയാണ്. ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തി കൂടെ ഉണ്ട്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.